Welcome to Excel PSC, Khadi Board LDC Preliminary Exam Stage 5. Question paper number 13/2024. 37ാമത്തെ ചോദ്യം മുതൽ 80ാമത്തെ ചോദ്യം വരെയാണ് ഈ പംക്തിയിൽ വായിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? അതിനുത്തരം ബി ആണ്, ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഉത്തരം ദാദാഭായ് നവറോജി. അടുത്ത 38ാമത്തെ ചോദ്യം: സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ചോദ്യം ഒന്നുകൂടി വായിക്കാം. സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഇനി 39ാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി ഏത്? ഉത്തരം ബക്രാനങ്കൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ നദീതട പദ്ധതി ഉത്തരം ബി ആണ്, ബക്രാനങ്കൽ. ഇനി 40ാമത്തെ ചോദ്യം: ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ പേര് എന്ത്? അതിനുത്തരമാണ് റൗലറ്റ് ആക്ട്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ പേരാണ് റൗലറ്റ് ആക്ട്. ഇനി 41ാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇടുക്കി. 42ാമത്തെ ചോദ്യം: രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആര് എന്നാണ് ചോദ്യം. അതിനുത്തരം പി.ടി. ഉഷ. 43ാമത്തെ ചോദ്യം: കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017. കൊച്ചി മെട്രോ നിലവിൽ വന്നത് 2017. അടുത്തത് 44ാമത്തെ ചോദ്യമാണ്: കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ഉത്തരം ബി ആണ്, പാമ്പാർ. 45ാമത്തെ ചോദ്യം: പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? അതിനുത്തരം ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് എന്നതിന് ഉത്തരം ഭാരതപ്പുഴ. ഇനി 46ാമത്തെ ചോദ്യം: 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? അതിനുത്തരം നഞ്ചിയമ്മ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിതയുടെ പേരാണ് നഞ്ചിയമ്മ. അടുത്തത് 47ാമത്തെ ചോദ്യമാണ്: കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇടുക്കി.
അടുത്തത് 48-ാമത്തെ ചോദ്യമാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനത്തിൻ്റെ പേരാണ് ഇരവികുളം. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായലിൻ്റെ പേരാണ് വേമ്പനാട്ടു കായൽ. 50-ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതിനുത്തരം നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇനി 51-ാമത്തെ ചോദ്യം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരെ? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി. 52-ാമത്തെ ചോദ്യം. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലത്തിൻ്റെ പേരാണ് അരുവിപ്പുറം. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അറിയപ്പെടുന്ന പേര് അരുവിപ്പുറം. 53-ാമത്തെ ചോദ്യം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഉത്തരം ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപത്തിൻ്റെ പേരാണ് ആറ്റിങ്ങൽ കലാപം. 54-ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. 55-ാമത്തെ ചോദ്യം. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ് അരയ സമാജം. 56-ാമത്തെ ചോദ്യം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത അറിയപ്പെടുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച റെയിൽപാത. അടുത്തത് 57-ാമത്തെ ചോദ്യമാണ്. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് കെ കേളപ്പൻ. കെ കേളപ്പനാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 58-ാമത്തെ ചോദ്യം വായിക്കാം. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കിൻ്റെ പേരാണ് നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കിൻ്റെ പേര് നെടുങ്ങാടി ബാങ്ക്. 59-ാമത്തെ ചോദ്യം. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരത്തിൻ്റെ പേരാണ് പാരീസ്. പാരീസിലാണ് 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരത്തിൻ്റെ പേരാണ് പാരീസ്. ഇനി 60-ാമത്തെ ചോദ്യം. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. പ്രശസ്തമായ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവിൻ്റെ പേര് VT ഭട്ടതിരിപ്പാട്. 61-ാമത്തെ ചോദ്യം. അത് ഉത്തരം ക്യാൻസലാണ്. ഇനി 62-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്?
അതിൽ ഉത്തരം വായിക്കാം. B4 മാത്രം. അതായത് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. 63-ാമത്തെ ചോദ്യം. ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? 63-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സമ്പർക്കം മുഖേന എന്നതാണ് അതിനുത്തരം. 64-ാമത്തെ ചോദ്യം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത്? കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹസ്പർശം. 65-ാമത്തെ ചോദ്യം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫോഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? അതിനുത്തരം മോണോസൈറ്റും ന്യൂട്രോഫിലും. 66-ാമത്തെ ചോദ്യം. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർ ചെടിയുടെ സങ്കര ഇനത്തിൻ്റെ പേരാണ് ഭാഗ്യലക്ഷ്മി. 67-ാമത്തെ ചോദ്യം. വനവിഭവം അല്ലാത്തത് ഏത്? വനവിഭവം അല്ലാത്തത് ഏത്? മണ്ണെണ്ണ. മണ്ണെണ്ണയാണ് വനവിഭവം അല്ലാത്തത്. 68-ാമത്തെ ചോദ്യം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏത്? അമ്ലമഴയ്ക്ക് കാരണമായ വാതകത്തിൻ്റെ പേരാണ് സൾഫർ ഡൈ ഓക്സൈഡ്. 69-ാമത്തെ ചോദ്യം ക്യാൻസലാണ്. 70-ാമത്തെ ചോദ്യം നോക്കാം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? 71-ാമത്തെ ചോദ്യമാണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? അതിനുത്തരം റൂദർഫോർഡ്. റൂദർഫോർഡിൻ്റെ സംഭാവനയാണ് ആറ്റത്തിൽ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണെന്ന ചോദ്യത്തിന് ഉത്തരം. 72. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സിങ്ക്. 73. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? 18. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്ന 18 ആണ് ഉത്തരം കേട്ടോ. ഇനി 74-ാമത്തെ ചോദ്യം വായിക്കാം. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗം